ചേട്ടനും കുട്ടികളും കൂടെ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കളിക്കണമെന്ന് ആഗ്രഹമായി. അങ്ങനെ ഞാൻ നീക്കാനൊക്കെ പഠിച്ച് ചേട്ടൻ്റെ കൂടെ കളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തോറ്റുപോകും. അപ്പോൾ എനിക്ക് സങ്കടം വരുമ്പോൾ നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നിൻ്റെ കൂടെ കളിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ പിന്മാറുമ്പോൾ എനിക്കൊരു വാശിയായി. എങ്ങനെ ഇത് പഠിച്ചെടുത്ത് ചേട്ടനെ ഒന്ന് തോൽപ്പിക്കണം, ആ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ ടച്ച് ഫോൺ മേടിച്ച് സ്റ്റുഡൻസിനെ കൊണ്ട് അതിൽ ഡൗൺലോഡ് ചെയ്യിച്ച് രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിരുന്ന് കളിച്ച് പഠിച്ചു. അങ്ങനെ ചേട്ടനെ കുറേ പ്രാവശ്യം തോൽപ്പിച്ചപ്പോൾ ഞാൻ ഹാപ്പിയായി. ഇതാണ് രമണിയമ്മ. മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഈ ചിത്രത്തിലെ അതേ രമണി. ചെസ് എന്നാൽ രമണിയമ്മയ്ക്ക് ജീവനാണ്. 10ാം ക്ലാസ് മാത്രം പാസ്സുള്ളൂ, പ്രീ ഡിഗ്രി ഫെയിൽഡാണ്. സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയ, കഴിവില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ എന്നിട്ടും ഇപ്പം ഞാൻ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ എല്ലാ സിലബസും, മാത്സ് ആണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷനെത്തുന്ന കുട്ടികളിൽ ചിലരും രമണിയമ്മയ്ക്കൊപ്പം ചെസ്സിൽ ഒരു കൈ നോക്കാറുണ്ട്. ചെസ് കളി കുട്ടികളുടെ പഠന മികവ് ഉയർത്താനും സഹായിക്കാറുണ്ടെന്നും രമണിയമ്മ പറയുന്നു. പ്രായമായി കഴിയുമ്പോഴത്തേനും ഒരു 50 കഴിയുമ്പോഴേ ഞങ്ങൾ പ്രായമായി എന്നുള്ള രീതിയിൽ ഒതുങ്ങിക്കൂടുന്ന ചില സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് ഞാനായിട്ടൊരു പ്രചോദനമാകട്ടെ എന്ന് ഒന്ന്. പിന്നെ ഒരാഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ 45 ഇയേഴ്സായി ഞാൻ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊരു മോഹമുണ്ട്. ഒറ്റയ്ക്കൊരു ദിവസം മതി, അതൊരു മോഹമാണ്. എക്സ്പീരിയൻസ് ഈസ് ബെറ്റർ ദാൻ എഡ്യൂക്കേഷൻ. ഏത് പ്രായം വരെയും എനിക്ക് പറ്റുന്നിടത്തോളം നാൾ ഞാൻ പഠിപ്പിക്കും.